ആൻഡോ, പ്രതിപക്ഷം തെരുവിലോ? പ്രതിപക്ഷം തെരുവിലാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്ന പ്രതിപക്ഷ നേതാവിനെ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയില്ല, രാജ്യം എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിങ്ങനെ നോക്കുകയായിരുന്നു, ഇന്ത്യ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ 180 രാജ്യങ്ങളിൽ 157ാമത്തെ സ്ഥാനത്താണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ഇന്ത്യയിലേക്ക് ശേഷം 157ാമത് രാജഭരണമുള്ള രാജ്യങ്ങൾ വരെ നമ്മുടെ മുന്നിലാണ്. രാജഭരണമുള്ള രാജ്യങ്ങൾ വരെ, അതായത് ഈ പറയുന്ന കാടത്ത നിലപാട് സ്വീകരിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യയുടെ മുന്നിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കും. 2025 151 സ്ഥാനത്തായിരുന്നു. 2026 കഴിഞ്ഞപ്പോൾ, ഒരു വർഷം കഴിഞ്ഞപ്പോൾ 157ാമത്തെ സ്ഥാനത്തേക്കത്. 6 സ്ഥാനം കൂടെ കൂട്ടിക്കിട്ടി. ഒരു 3 വർഷം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 180 സ്ഥാനത്ത് പോയി നിൽക്കും. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഇത് രാജ്യത്തെ യുവാക്കളും ജനങ്ങളും എവിടെ പ്രതികരിക്കണം എന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് CJP രൂപപ്പെടുന്നത് എന്നുള്ളതാണ്. ഒരാൾ ഒരു പോസ്റ്റ് ഇടുന്നതിൻ്റെ പുറകെ ആൾക്കാർ വന്ന് ഇതാണ് ശരി എന്ന് പറഞ്ഞ് അതിൻ്റെ കീഴിൽ വന്ന് മില്യൺ കണക്കിന് ആൾക്കാർ അതിൻ്റെ ഫോളോവേഴ്സായി ഒരു അഭിപ്രായം പറയുന്ന സ്ഥലത്തേക്ക് ഒരു രാജ്യം എത്തിച്ചേർന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമായിട്ട് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരാളൊരു പോസ്റ്റ് ഇടുന്നു, ആ പോസ്റ്റ് എന്ന് പറയുന്നതാണ് ഒരു ഓൺലൈൻ വീഡിയോയിൽ കാണുന്ന അല്ലെങ്കിൽ ഓൺലൈനിലായിട്ട് കാണുന്ന ഒരു ചീഫ് ജസ്റ്റിസിൻ്റെ ഒരു വാക്ക് ശരിയല്ല എന്ന് തോന്നി ഒരു പോസ്റ്റ് ഇടുമ്പോൾ ആ പോസ്റ്റിന് താഴെ വന്ന് പ്രതികരിക്കാൻ പാകത്തിൽ ജനങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മളിതിനെ വളരെ ചെറുതായി കാണണം എന്നുള്ളതില്ല. കാരണം എന്താണ്, ഇത് യുവാക്കളുടെ മാത്രം പ്രശ്നമായിട്ടും കാണേണ്ട കാര്യമില്ല. കാരണം വൃദ്ധരും യുവാക്കളും യുവതികളും കുട്ടികളും എല്ലാം ഇതിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇന്നലെ നമ്മൾ ഈ CJPയുടെ സമരത്തിനെ ഡൽഹി പോലീസ് ചെയ്ത സംവിധാനം നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ. എമ്മാതിരി അടിയാണ് അടിക്കുന്നത്. ഒരു മനുഷ്യനെ എങ്ങനെ തല്ലാൻ? ഇത് മനുഷ്യ ശരീരമല്ലേ? മനുഷ്യ ശരീരത്തിൽ പണ്ട് മാധു പറയുന്ന പോലെ ഈ ലാത്തി വന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന വേദനയുണ്ടല്ലോ, അത് ചില്ലറയാണോ? ലാത്തി അല്ലാന്നേ, ഇത് വലിയ മുളക്കമ്പ് വന്ന് തലക്കടിച്ച് തലയൊട്ടി പൊട്ടുകയാണ്. ലോകത്തെവിടെയെങ്കിലും നടക്കും ഇങ്ങനെ? ലോകത്തേതെങ്കിലും രാജ്യം, ഇന്ത്യ പോട്ടെ, ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഈ കാടത്ത സ്വഭാവം കാണിക്കുന്ന രാജ്യങ്ങൾ വരെയുണ്ടല്ലോ. പ്രധാനമന്ത്രിമാർ രാജാക്കന്മാരുണ്ടല്ലോ, ആ രാജാക്കന്മാരുടെ സൈന്യം ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? തലയടിച്ച് പൊട്ടിക്കുകയാണ്, മുളക്കമ്പ് വെച്ച് തലയടിച്ച് പൊട്ടുകയാണ്. ഒരു സ്ത്രീ ഒരു കുട്ടി നടന്നു പോകുന്ന സമയത്ത് എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് പറയുന്നത്, അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നു. തിരിച്ച് നടന്നോളം പറയും. തിരിച്ച് നടക്കുന്ന സമയത്ത് പുറകിൽ ഒരു അടി പുറത്തിട്ട് വെറുതെ പോലീസുകാരാണ് ചെയ്യുന്നത്. പുരുഷ പോലീസുകാരാണ് അടിക്കുന്നത്. അടിക്കുവാണ്. തിരിച്ചു പോകാൻ പറയുമ്പോൾ എന്നാൽ തിരിച്ചു പോവുകയാണ്. അവരത് കേട്ടിട്ട് തിരിച്ചു പോകണം. അവരെ പുറത്തിട്ട് അടിക്കുകയാണ്. കൂടെ ഒരു മനുഷ്യനെ ഓടിച്ചിട്ട് വീഴുന്ന ഒരുത്ത മനുഷ്യ തലമുടിയിൽ തൂക്കി പൊക്കുകയാണ്, എന്നിട്ട് അടിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഈ രാജ്യത്ത് നടക്കുന്നത് എന്നുള്ളതാണ്. ഇതെങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ദേശീയ മാധ്യമങ്ങളെയൊക്കെ ഞാൻ സ്തുതിച്ചു കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളായി ഒരു മാധ്യമങ്ങൾ പോലും ഇത് ടേക്കപ്പ് ചെയ്യുകയോ വാർത്തയാക്കുന്നോ ഇല്ല എന്നുള്ളതാണ്. അപ്പം ഇത് ഞാൻ പറയുന്നത്, പ്രതിപക്ഷം വളരെ സമയം അവസാനത്തെ സ്റ്റേജിലാണ് ഇത് ചെയ്തതെങ്കിലും എത്രയോ നാളുകൾ മുന്നേ ഇന്ത്യയിലെ ജനങ്ങൾ ഇത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഒന്ന് നോക്കിക്കേ, പ്രധാനമന്ത്രിയെ കാണാൻ പോവുകയാണ്. പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നതിന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് എന്താണ് പ്രശ്നം? ഇന്ത്യയുടെ MP മാർക്ക് എന്താണ് പ്രശ്നം? MP മാർക്ക് എന്താണ് വില ഇന്ത്യയിൽ എന്നുള്ളതാണ്. സോനം ബക്ചുക്കിനെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് വലിച്ചഴിച്ച് കൊണ്ടുപോയി ഹോസ്പിറ്റലാക്കി കഴിയുമ്പോൾ അവിടെ കാണാൻ ചെല്ലുന്ന MP-നെ കയറ്റിവിടുന്നില്ല. അതാരാണ് തീരുമാനിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് ആരെ കാണണ്ടാതെ തീരുമാനിക്കുന്നത്. ഇതിവിടെ ആരാണ് തീരുമാനിക്കുന്നത്? ഹോസ്പിറ്റൽ നിലപാടെടുക്കുകയാണ്, നിങ്ങൾ കാണണ്ട. അതെങ്ങനെയാണ് പറ്റും? ഇന്ത്യയിലെ ഒരു ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു MP-യെ കാണണ്ട എന്ന് പറയുകയാണ്. ഇന്നലെ CPM-ൻ്റെ MP-യെ പോലീസ് തടഞ്ഞു വെക്കുക. CPM-ൻ്റെ ജനറൽ സെക്രട്ടറിയെ തടഞ്ഞു വെക്കുകയാണ്. അദ്ദേഹം MP ID കാർഡ് എടുത്ത് കാണിക്കാനാണ് പറയുന്നത്. ID കാർഡ് എടുത്ത് കാണിച്ച് അവരോട് തർക്കിക്കുകയാണ്. കാരണം ഞാൻ ഇന്ത്യയുടെ ഒരു രാധാകൃഷ്ണനെ ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തെ കാണാൻ സമ്മതിക്കുന്നില്ല, അദ്ദേഹത്തെ തള്ളി മാറ്റുകയാണ്. ഒരു MP-ക്കൊക്കെ പുല്ല് വിലയാണ്. MLA-മാരുടെ കാര്യം പറയണ്ട, മന്ത്രിമാരുടെ കാര്യം പറയണ്ട. അപ്പോൾ എങ്ങനെയാണ് ഒരു രാജ്യത്തെ ഭരണ സംവിധാനം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇത് കണ്ടുകൊണ്ട് ജനങ്ങൾ നിൽക്കുകയാണ്. എന്നിട്ട് എന്താണ് ശരിക്കും സംഭവം? നിങ്ങൾ നേരത്തെ സ്മൃതി മാഡം പറഞ്ഞതുപോലെ ഈ നീറ്റ് പരീക്ഷയിൽ അതിൻ്റെ അകത്ത് കൃത്രിമം നടത്തി ഒരു വിദ്യാർത്ഥി ഡോക്ടറായിട്ടോ എഞ്ചിനീയറായിട്ടോ വന്നാൽ ഇന്ത്യയുടെ അവസ്ഥ എന്താണ്? അങ്ങനെ ഒരു സംവിധാനം എന്തിനാണ് ഈ പറയുന്ന നീറ്റ് പരീക്ഷ വെച്ചത്? എന്തിനാണ്? വൃത്തിയായി പഠിച്ച് നല്ല ഒരു ഭാവി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടല്ലേ? അതിൽ അഴിമതിയും അതിൽ കൃത്രിമത്വം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ആ പറയുന്ന എക്സാമിനോടുള്ള ഒരു നീതിബോധം എന്ന് പറയുന്നത്? എങ്ങനെ കുട്ടികൾക്ക് അത് നോക്കി പഠിക്കാൻ കഴിയും? +2 കഴിഞ്ഞിട്ട് കാരണം ഒരു നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കേരളത്തിലേക്ക് നമുക്ക് എത്ര എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്? ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? 7ാം ക്ലാസ് തുടങ്ങി അവരെ സ്വപ്നങ്ങൾ മുന്നിൽ വെച്ച് പഠിക്കുകയാണ്. ഞാൻ ഇതാവും, ഞാൻ എഞ്ചിനീയർ ആവും, ഞാൻ ഡോക്ടറാവും എന്ന് പറയുകയാണ്.
അങ്ങനെ പഠിച്ച് എക്സാം എഴുതി പുറത്ത് വന്ന കുട്ടികളുടെ മുന്നിലാണ് പറയുന്നത്, ഇതാ ഞങ്ങളുടെ ചോദ്യപേപ്പർ ചോർന്നു പോയി, അതുകൊണ്ട് നിങ്ങൾ വേറെ ഒരു എക്സാം എഴുതിക്കോളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്നിട്ട് ചോദിക്കുകയാണ്, നമ്മളോട് തന്നെ ചോദിക്കുകയാണത്, എക്സാം വേറെ എഴുതി കഴിഞ്ഞില്ല, ഇനി എന്താണ് പ്രശ്നം എന്ന് രീതിയിൽ ചോദിക്കുന്നതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതിനൊരു ഉത്തരവാദി ഇല്ലാതാകുക എന്നുള്ളതാണ്. ആരാണ് ഉത്തരവാദി എന്നുള്ള കാര്യം ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. ഈ ഒരു മണിക്കൂർ കൊണ്ട് മില്യൺ കണക്കിന് ആൾക്കാർ ഒരു പോസ്റ്റിന് വരെ താഴെ വന്ന് പ്രതികരിക്കുന്ന സമയത്ത് അത് ജനങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ്. ഇന്ന് രാഹുൽ ഗാന്ധിയെ പോലെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് നിലത്ത് കിടന്ന് കയ്യും കാലും പിടിച്ച് പൊക്കിക്കൊണ്ട് പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം പോകാൻ കൂട്ടാക്കുന്നില്ല, അവിടെ വിടണം, അവിടെ നിൽക്കാൻ പറയണം. മനസ്സിലായില്ലേ? ഇത് വലിച്ചഴിക്കുകയാണ്, നിലത്ത് കിടന്നിട്ട് കാല് പൊക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹം അതിന് Z+ കാറ്റഗറി സുരക്ഷയുള്ള ആളാണ്. എന്ത് സുരക്ഷയാണ് ഇന്നുണ്ട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്? Z+ പ്രൊട്ടക്ഷൻ എന്തിനാണ്? Z+ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു മനുഷ്യനെ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ നമ്മൾ പ്രധാനമന്ത്രിയെ പോലെ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ജനവിഭാഗം കാണുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ എന്ത് കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിക്കാൻ അധികാരമുള്ള ഒരു പ്രതിപക്ഷ നേതാവിന് ഇങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ? ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയൊക്കെ വലിച്ചഴിച്ചുകൊണ്ട് പോവുകയാണ്. 10, 80, 85, 75 വയസ്സുള്ള ആൾക്കാരാണ്. ഒരു തള്ളു തള്ളിയാൽ പല അസുഖങ്ങളുള്ള, ഇപ്പം ഞാനൊരു കെ സി വേണുപോലെ ഷുഗറൊക്കെ ഉള്ള ആളാണ്. ഒരു 4 തള്ളു ആരാണ് തള്ളുന്നത്? 10, 35, 40 വയസ്സ് പ്രായമുള്ള ആരോഗ്യദൃഢരായ പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് വലിക്കുകയാണ്. കൈ പറഞ്ഞു പോകും ചില ആൾക്കാരുടെയൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറയുന്നത് മല്ലികാർജുന ഖാർഗെ അവിടെ നിൽക്കുന്നത് വേറൊരാളുടെ കയ്യിൽ പിടിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹത്തെ വലിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മുമ്പ് അവിടെ നിന്ന് പോയിരുന്നു, പക്ഷെ അദ്ദേഹം വലിച്ചിട്ടുണ്ട്. അല്ല, ഇത് നമ്മളെങ്ങനെയാണ്? അതുപോലെ തന്നെ പിന്നെ പ്രിയങ്ക ഗാന്ധിനെ ഇത് കഴുത്തിന് പിടിച്ച് തള്ളിക്കയറ്റിയാണ്. ഞാൻ പറഞ്ഞത് കഴുത്തിന് പിടിച്ച് ഇതെന്ത് ജനാധിപത്യമാണെന്നേ. സമരം ചെയ്യാൻ ഇന്ത്യയിൽ അധികാരമില്ല. ഞാൻ പറയുന്നത് എവിടെയാണ് മാധു, എവിടെയാണ് നിൽക്കുന്നത്? ഇത് ഞാനൊരു 3 ദിവസം സമരം കഴിഞ്ഞ സ്ഥലത്താണെങ്കിൽ നമുക്കിത് പറയാം. ഒരു 4 ദിവസം സമരം കഴിഞ്ഞ സ്ഥലത്താണെങ്കിൽ പറയാം. 1 മണിക്കൂർ തികയുന്നതിന് മുൻപാ, അല്ലെങ്കിൽ 2 മണിക്കൂർ തികയുന്നതിന് മുമ്പാണ്. എവിടെയാണ് ഈ പ്രധാനമന്ത്രിയുടെ? കാരണം ഇത് ജനാധിപത്യ ഇന്ത്യയാണെന്നേ, ഇത് സ്വതന്ത്ര ജനാധിപത്യ ഇന്ത്യയാണ്. ഇവരെയൊക്കെ ജനം തെരഞ്ഞെടുത്തതാണ്. അധികാരത്തിൽ നിന്ന് പോയാൽ ഇവരെല്ലാം ഒരു റൂമിൽ ഇരിക്കേണ്ട ആൾക്കാരാണ്, ഒരു സുരക്ഷയില്ലാതെ നടക്കേണ്ട ആൾക്കാരാണ് അല്ലേ? അധികാരത്തിൽ നിന്ന് പോയ ആൾക്കാർ ആർക്കെങ്കിലും സുരക്ഷ നമ്മൾ കാണുന്നുണ്ടോ? സുരക്ഷ കാണുന്നുണ്ടോ? ഈ ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴാണ് ഇവർക്കൊക്കെ സുരക്ഷ കിട്ടുന്നത് അല്ലേ? ഇവർക്ക് ഈ ഡിസിഷൻ എടുക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഈ ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴാണ്. നമ്മൾ പണ്ട് പറയുന്നത് ED, ഇൻകം ടാക്സ്, GST പോലെയുള്ള സംവിധാനങ്ങളെല്ലാം പൂട്ടിക്കളയും. ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവർ സംഘടിതരല്ല. അപ്പം ഞാൻ പറയും, ഇപ്പം അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് ജയിലിലിട്ടു. അദ്ദേഹത്തെ കുറേ നാൾ ജയിലിലിട്ടു. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം പോയി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പൊളിച്ചു, എല്ലാ സ്ഥാനം കഴിഞ്ഞു. അദ്ദേഹം പുറത്തിറങ്ങി വന്നു. കാരണം സംഘടിതരല്ല. അവരെ ഒരാൾ പിടിച്ചാലോ വേറെ ഒരാൾ ചോദിക്കാൻ വരണ്ടേ? ആ ഒരു സംവിധാനം കഴിഞ്ഞ് 12 വർഷമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഒരാളെ പിടിക്കുമ്പോൾ ചോദിക്കുന്നത്. ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഇന്നലെ കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല ജനങ്ങൾക്ക്. ഇന്നലത്തെ അടി കേരളം ഒരു മനസ്സാക്ഷിയുള്ള ഒരു നേതാവിനെ കണ്ടു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അമ്മാതിരി അടി എന്ന് പറഞ്ഞാൽ അത് ആർക്കാണ് മാധു? ഒരു 18 വയസ്സോ 20 വയസ്സോ ഉള്ള കുട്ടികളെയാണ് തല്ലുന്നത്. അവരെന്താണെന്ന് ലോകം കണ്ടിട്ടില്ല. അവരെന്താണ് പറയുന്നത്? നേരത്തെ പറഞ്ഞൊരു സംവിധാനമുണ്ട്, ഇത് പാറ്റകളാണ്, അവർക്ക് ഈ പറയുന്ന കഴിവുകളില്ല, അവരെ ആരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു. ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല എന്ന്. ഏത് ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുക? ഇവർക്കുള്ളത്രയും. നമ്മൾ കേരളത്തിൽ പ്രളയം കണ്ടല്ലോ. പ്രളയത്തിൻ്റെ സമയത്ത് അന്ന് വരെ ഇവിടുത്തെ കുട്ടികൾ ജങ്ക് ഫുഡ് കഴിച്ച് നടക്കുന്ന കുട്ടികളാണെന്ന് പറഞ്ഞ് കുട്ടികളാണ് കേരളത്തിൽ പറഞ്ഞ് കാര്യങ്ങൾ മുഴുവൻ നടപ്പിലാക്കിയത് അല്ലേ? എത്ര പെട്ടെന്നാണ്. നേപ്പാളിൽ പുതിയ സർക്കാർ വന്നു, പുതിയ പ്രധാനമന്ത്രിയാണ് അവിടെ ഇരിക്കുന്നത്. ആരാണ് മാറ്റം കൊണ്ടുവന്നത്? അവിടെ ജൻസിയാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ടാണ് ഇതൊക്കെ മുന്നിൽ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് എന്തുവെന്ന് പറയുന്നത്, ഇത് ആരെയോ തെറ്റിദ്ധരിപ്പിച്ചു. ഇന്ത്യയിൽ ആരെന്നറിയാതെ, നേരത്തെ സ്മൃതി മേഡം പറഞ്ഞല്ലോ, ഏതോ ഒരു ആളില്ലാ കൂട്ടമാണ്, പേരില്ലാ കൂട്ടമാണ്, ഇതിനൊരു അതോറിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ ഈ അതോറിറ്റി ഇല്ലാത്തവർ ഒരേ കോഴ്സിന് വേണ്ടി ഒന്നിച്ച് നിൽക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു മെയിൻ ആൾക്കാർക്ക് മുഴുവൻ അങ്ങനെ ചിന്ത വന്നു, ഇതിങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, ഇതിൻ്റെ കൂടെ നിന്നേ കഴിയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അപകടത്തിലാണ് പോകുന്നത് എന്ന് ചിന്ത. കാരണം അവർ ജീവിക്കുന്നത് ഇന്ത്യയിലാണെന്നേ. പണ്ട് പിന്നെ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമയിൽ പറയുന്നത് പോലെ ഇന്ത്യ എന്ന് പറയുന്നത് ആരെയും രാജ്യമല്ല. മനസ്സിലായില്ലേ? ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണ്. നമുക്ക് പ്രതിഷേധിക്കാനും നമുക്ക് ഭരിക്കാനും നമുക്ക് കാര്യങ്ങൾ നടപ്പിലാക്കാനും നമ്മളെ കൊണ്ട് ഭരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മേൽ അധികാരം നമ്മൾ കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ.
അല്ലേ? നമ്മളെ ആര് ഭരിക്കണമെന്നും എങ്ങനെ ഭരിക്കണമെന്നും പറഞ്ഞ് എല്ലാ 5 വർഷം കൂടുമ്പോൾ നമ്മൾ ഏത് പഞ്ചായത്ത് തുടങ്ങി വാർഡ് മെമ്പറെ തെരഞ്ഞ് പ്രധാനമന്ത്രിയുടെ തിരഞ്ഞെടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ, അല്ലേ? അവരെ തിരഞ്ഞെടുക്കണോ എടുക്കണ്ടോ എന്ന് വിചാരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പം അധികാരം 5 വർഷം കയ്യിൽ കിട്ടി കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ 10 വർഷം അധികാരത്തിൽ കിട്ടി കഴിയുമ്പോഴത്തേക്കും ഇത് രാജഭരണമാണ്, ഇത് ഞാൻ തീരുമാനിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്, ഇനി ഇങ്ങനെ പോയാൽ മതി എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നാൽ ജനങ്ങൾ പ്രതികരിക്കും. ഇനിയിപ്പോൾ എന്താണ് ഞാൻ പറയുന്നത്, ഒരാൾ പോലും പോസ്റ്റ് ഇട്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ CJPൻ്റെ സമരം നമ്മൾ ഇന്നലെ രാവിലെ കാണുന്ന സമയത്ത് ഒരാൾ പോലും പോസ്റ്റ് ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരാൾ പോലും നിങ്ങൾ നാളെ രാവിലെ ഇവരെല്ലാവരും കൂടെ വരുമെന്ന് പറഞ്ഞിട്ടില്ല. അടികൊണ്ട കുട്ടികൾ തിരിച്ചു വരികയാണ് പിന്നെയും. അടികൊണ്ട് തല്ലി ഓടിച്ച കുട്ടികൾ പിന്നെയും പോയി അവിടുന്ന് തിരിച്ചു വരികയാണ്. അപ്പോൾ പറയുന്നത് എന്താണ്, അതിനകത്ത് നുഴഞ്ഞുകയറ്റക്കാരുണ്ടെങ്കിൽ അത് നുഴഞ്ഞുകയറ്റം വിടുന്നവർക്കായിരിക്കുമല്ലോ കറക്റ്റായിട്ട് അറിയാൻ കഴിയുക, അല്ലാത്തവർക്ക് അത് കറക്റ്റായിട്ട് അറിയാൻ കഴിയും. പല ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നു. ഒരു പെൺകുട്ടിയുടെ മുഖത്തടിക്കുന്ന പോലീസുകാരുടെ ദൃശ്യം ഞാൻ പറയുന്നത് ജനാധിപത്യ രീതിയിലല്ലാതെ പ്രവർത്തിച്ച് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന് നടപടി എടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരാൾക്കെതിരെ നടപടി എടുക്കാൻ പോകുന്നില്ല. കണ്ടിരിക്കാം. ഇപ്പം ഞാൻ ചോദിക്കുക, ഇപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധിനെ അവിടെ വലിച്ചഴിച്ചിട്ട് പോയി, എന്ത് നടപടി ഉണ്ടാവുക? ഒരു നടപടി ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് നടപടി. പക്ഷേ ഇതെന്താ, ഒരു കാര്യം ശരിയാണ്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇത് കാര്യം മനസ്സിലാവും. ഇന്ത്യയിലെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവും. രാഹുൽ ഗാന്ധിയുടെ ദേഹത്ത് കൈവെക്കുമോ? നിർദ്ദേശമുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് സമരം നടത്തുകയാണ്, 1ാമത്തെ ദിവസം കഴിഞ്ഞു, 2ാമത്തെ ദിവസം ഒരു ചർച്ച നടക്കുന്നു, പരാജയപ്പെട്ടു. പിന്നെ എന്താണ് ജനാധിപത്യ രാജ്യത്ത് എന്താ നടത്തുക? വീണ്ടും ചർച്ച നടത്തും. അങ്ങനെയാണ് സമരം അവസാനിപ്പിക്കുക. ഇത് എന്തെങ്കിലും ഒരു കോഴ്സ് ഉണ്ടാവില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോഴ്സിന് വേണ്ടിയിട്ടായിരിക്കും സമരം നടത്തുക. ആ കോഴ്സിന് അത് ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത്. പക്ഷേ സമരം നടത്തുന്നവരെന്താ ആ കോഴ്സൊന്നും നോക്കാതെ തല്ലി വലിച്ച് ജയിലിൽ കൊണ്ടിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഇറക്കി. ഡൽഹി പോലീസിൻ്റെ പുതിയ സംവിധാനം എന്നാണ് പറയുന്നത്, വണ്ടിയിൽ കയറ്റിയ ആളില്ലാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും കൊണ്ട് ഇറക്കി വിടുക, എന്നിട്ട് അവർ അങ്ങനെ തിരിച്ചു വന്നോണം എന്നുള്ള രീതിയിലേക്ക് ഒരു രാജ്യം പോകാന്ന് പറയുന്നത് കഷ്ടമാണ്. പ്രതിപക്ഷ നേതാവടക്കം ഇപ്പോൾ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോൾ കസ്റ്റഡിയിൽ കഴിയുകയാണ്. അതെ, പ്രിയങ്ക ഗാന്ധി മന്ദിർമാർഗ് പോലീസ് സ്റ്റേഷൻ, അതെ, രാഹുൽ ഗാന്ധിനെ ഛത്രസാൽ സ്റ്റേഡിയത്തിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് മറ്റൊരു ഹരിയാന ബോർഡറിലുള്ള പോലീസ് സ്റ്റേഷനിലാണ്. ഇങ്ങനെ പലയിടത്തായിരിക്കുകയാണ്. അതെ, അപ്പോൾ എന്തായാലും നാളെ പാർലമെന്റിൽ പോലീസ് സ്റ്റേഷൻ നാളെ പാർലമെന്റിലേക്ക് അവർ എത്തുകയാണെങ്കിൽ, അല്ലെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എത്തുമല്ലോ. അങ്ങനെ ഈ ഡൽഹി വിട്ട് പുറത്തു പോകാൻ പറ്റില്ല തോന്നുന്നുണ്ടല്ലേ പാർലമെന്റ് ഉള്ള സമയത്ത്? അല്ല, ഡൽഹി 40 കിലോമീറ്റർ അപ്പുറത്ത് ബോർഡർ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വിടും. Meet the editors.